കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ നമ്മൾ കണ്ണീര് കുടിച്ചും ജീവിക്കും. കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു. ഓരോ മരണവും മരണമല്ല, അത് അവന്റെ പിറവിയാണ്. ഒരു നല്ല ലോകം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, അടിമ മുഖത്തിൽ നിന്ന് സകല മനുഷ്യനും മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനകോടികൾ കടസ്ഥിതികളോട് ഐക്യപ്പെടും. You suffer from an incredible disease. Hope. Where should the birds fly after the last sky? Where should the plants sleep for the last breath of air? They can occupy the land, but they cannot occupy the sky. Palestine, one day, yes, for sure that day is very close. One day even the enemy will whisper your name with respect. We are with you. മുരുകടക്കടയുടെ ഒരു കവിതയുണ്ട്. മണല് കരിഞ്ഞ് പറക്കും യന്ത്ര കാക്ക മലർന്നു പറക്കുന്നു, താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണ്, അമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ്, അമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചിക്കടയിലെ തറയിൽ ചോര തെറിച്ചിള നാമു കരിഞ്ഞും ആരവമില്ല അവിടവിടെ കുതികേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു. അരികിലയമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതിക്കൈ മാത്രം. ഇത് അതേ രൂപത്തിൽ ഇന്ന് ഗസയിൽ ആവർത്തിക്കും. കുഞ്ഞുങ്ങളുടെ ചിതറിയ മൃതദേഹങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം വളരെ പ്രസിദ്ധമാണ്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുകൊടുക്കുന്ന കാട്ടാള നീതി, ഈ കുഞ്ഞുങ്ങളുടെ രോദനം കാണാൻ പറ്റുന്നില്ല. നമ്മൾ എങ്ങോട്ട് പോകാനാണ്? അതുകൊണ്ട് മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ആർജിച്ച സംസ്കൃതിയുടെ സകല മൂല്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വീണ് തകരുന്ന ഒരു ചിത്രം ഇവിടെയുണ്ട്. لا يجازيهم إلا أنت لا يكرمهم إلا أنت كما قدمونا فقدمهم كما آثرونا فآثرهم. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ജനതയോടാണ് നിങ്ങൾ ന്യായം പറയുന്നത്. അവർക്ക് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പോരടിക്കുക തന്നെ ചെയ്യും. ക്ലീൻസിംഗ് ആണ്, വംശീയ ഉന്മൂലനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്രായേൽ സാംസ്കാരിക വിഭാഗത്തിന്റെ തലവനായിരുന്നു മഹ്മൂദ് ദർവിഷ് എന്ന് പറഞ്ഞ ഫലസ്തീനികളുടെ ഏറ്റവും പ്രഗത്ഭനായ കവി. ദർവിഷ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അഭയാർത്ഥികൾ അഭയരഹിതമായ അവസ്ഥയിൽ അഭയം തേടി അറിയുമ്പോൾ നിങ്ങൾ അവരെ എന്ത് വിളിക്കും സോദരനെ? തിന്നാൻ ഗോതമ്പും കുടിക്കാൻ വെള്ളവുമില്ലെങ്കിൽ നമ്മൾ സ്നേഹം പങ്കുവെച്ചും കണ്ണീര് കുടിച്ചും ജീവിക്കും. സ്നേഹം പങ്കുവെച്ചും കണ്ണീര് കുടിച്ചും അതിജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ജനതയുടെ മേലെ എത്ര ബോംബുകൾ വർഷിച്ചാലും ആര്യരുടെ കരുത്തോടുകൂടി അവസാനത്തെ ആത്മബോധവും ആയുധമാക്കി ആ ജനത പോരടിക്ക് പ്രതിരോധത്തിന്റെ മഹാകവചം തീർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ലക്ഷങ്ങൾ വീണ് മരിച്ചാലും ആ പോരാട്ടം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞേക്കാം. പക്ഷേ ഹമാസിനേക്കാൾ ശക്തമായ സംഘടന നാട് ഉയർക്കൊള്ളുക തന്നെ ചെയ്യും. കാരണം അവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം അവസാനിക്കുന്നില്ല. പലസ്തീനികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ആ സംഘർഷം അവിടെ തുടരുക തന്നെ ചെയ്യും. وبإذن الله النصر قريب إن شاء الله تصر عليهم وهذا الكلام طبعا مش بعيد. يسألونك متى هو قل عسى أن يكون قريب. We want to play and to live happily, but our enemies, they only know how to destroy. They kill the young, they kill the old, and they think they can scare us, and they think we will run away from our land. But this is our home. The more they try to break us, the stronger we become. Victory is near, very near. And when they ask, when will you win? Tell them, it is closer than they think. ലോകം മുഴുവനും കൈയൊഴിഞ്ഞ ഒരു ജനത എന്ന സങ്കടപൂർവ്വം പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് പറയുമ്പോഴും ലോകത്തിൽ വിമോചന സ്വപ്നങ്ങൾ കാണുന്ന, ഒരു നല്ല ലോകം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, പോരാട്ടങ്ങൾ അവസാനിച്ചുകൊണ്ട് അടിമ മുഖത്തിൽ നിന്ന് സകല മനുഷ്യനും മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ ഉച്ചത്തിൽ ചിന്തിക്കുന്ന ഒരു മഹാജനസഞ്ചയം ഈ ലോകത്തുണ്ട്. പുരോഗമന ജനാധിപത്യ ബോധ്യത്താൽ പ്രചോദിതരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ, അത്തരത്തിലുള്ള ജനകോടികൾ പലസ്തീനികളോട് ഐക്യപ്പെടും. ആ ഐക്യപ്പെടൽ തീർച്ചയായിട്ടും ഒരു ജനശക്തിയായി മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പലസ്തീനിൽ കൊല ചെയ്യപ്പെട്ട സകല മനുഷ്യരോടും ഹൃദയം കൊണ്ട് ഐക്യപ്പെടുന്നു. അതോടൊപ്പം ഇസ്രായേലിൽ കൊല ചെയ്യപ്പെട്ട സിവിലിയന്മാരോടും അവരുടെ മരണവും വളരെ ഖേദകരമാണ്, അതിനോടും ഐക്യപ്പെട്ടുകൊണ്ട്
ചെയ്തുകൊണ്ട് പലസ്തീനിലെ യുദ്ധം അടിയന്തരം അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിനന്ദനം.